ഹലോ ഫ്രണ്ട്സ്. സോ ഇപ്പം നമ്മൾ ഹരിയാനയുടെ ഒരു വില്ലേജിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ കാഴ്ചയാണ് ഈ ട്രാക്ടറും പിന്നെ പീകോക്ക്. അപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. ഇവിടെ ചെറിയ ചെറിയ ബേർഡ്സൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇങ്ങനത്തെ കുറേ ഫീൽഡ്സൊക്കെ ഉണ്ട്. ഇവർ മസ്റ്റേർഡും വീറ്റും അങ്ങനത്തെ കുറേ ഫാമിംഗ് ഒക്കെ നടത്തുന്ന ഏരിയാസാണിത്. ഇവിടെ ഏറ്റവും മെയിനായിട്ടുള്ള ക്രിക്കറ്റാണ്. അതെ, ഇവിടെ ഒരുപാട് ആൾക്കാർ ക്രിക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മിക്ക പിള്ളേരും കൊച്ചിലേ തൊട്ട് തന്നെ ക്രിക്കറ്റ് ഫോക്കസ് ചെയ്താണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി ക്രിക്കറ്റ് അക്കാദമീസ് നമുക്ക് കാണാൻ പറ്റും. അതെ, ഇത് അതിലൊരെണ്ണമാണ്. അവരുടെ ഡയറ്റ് പ്ലാൻ ആണെങ്കിലും സ്കൂളിൻ്റെ ലൈഫാണെങ്കിലും എല്ലാം ക്രിക്കറ്റിനെ റിവോൾവ് ചെയ്തതാണ്. ക്രിക്കറ്റാണ് അവരുടെ ഫോക്കസ്. പക്ഷെ അത് കുറച്ച് പഠിക്കുകയും ചെയ്യും അങ്ങനെ. പിന്നെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഈ മതിലേൽ മരം ഉണ്ടാകുന്നത്. കണ്ടോ, ഇതിൻ്റെ റൂട്ട്സൊക്കെ കണ്ടോ? മതിലേന്നാന്ന് തോന്നുന്നു ഇതെല്ലാം വരുന്നത്. ഇപ്പോൾ വേണമെന്ന് വെച്ചാലും മരത്തിന് എവിടെ വേണേലും വളരാം. പിന്നെ ഹരിയാനയുടെ എന്നല്ല, ഒരുമാതിരി നോർത്തിൽ വലിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവർ മരം അവിടെ നിലനിർത്തും. മരം നിലനിർത്തിക്കൊണ്ടാണ് അവർ ബാക്കി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്. അതായത് ഒരു റോഡ്, അതെ, ഒരു ഭിത്തി കെട്ടിയാൽ പോലും ഒരു റോഡ് പണിയുവാണെങ്കിൽ തന്നെയും അവർ മരം വെളിയിൽ നിർത്തിയേക്കും. അതെ, മരം അവിടെ നിർത്തിയേക്കും. അതൊരു ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയാണ് മരത്തിന് ഒരു വിലയില്ല, നമ്മൾ അതിനെ അങ്ങ് വെട്ടിക്കളയും. പക്ഷെ ഇത് കണ്ടോ, ആ ഭിത്തി ആ മരത്തിനെ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് വളരെ നല്ലൊരു പോയിൻ്റാണ്. നമുക്കും അത് കണ്ട് പഠിക്കാം. ഇതെല്ലാം കായുണ്ടോ, കണ്ടോ, മൽബറി. എന്തേ മൽബറി. ഓ, കുട്ടി മൽബറി ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇവിടെ റോഡ് സൈഡിലെല്ലാം ഒരുപാട് മൽബറികൾ. പിന്നെ സൈഡിലെല്ലാം മൽബറി വീണ് കിടന്ന് കിളിച്ചതാണോ നട്ടതാണോ എന്നറിയില്ല, എന്തായാലും ഉണ്ട്. ഇപ്പം തണുപ്പ് മാറി ഒരു ചൂട് വരുന്ന സമയമായത് കാരണം ചെടികളൊക്കെ ഒന്നുകൂടൊന്ന് ലൈഫ് എടുത്ത് വരികയാണ്. ഇത്രയും നാളും കരിഞ്ഞ് ഉണങ്ങിയിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഇതെല്ലാം പോയെന്ന്. പക്ഷെ സമ്മർ വരുമ്പോഴത്തേക്ക് അവർ വീണ്ടും കൂടുതൽ പവർഫുള്ളായിട്ട് വരും. ഓക്കെ, ഇതിവിടുത്തെ എന്തോ ഫാക്ടറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, അതിനകത്ത് എന്തോ വുഡിൻ്റെ ഒക്കെ നടത്തുന്ന ഫാക്ടറിയാണ്. പ്ലൈവുഡൊക്കെ കാണാം. പിന്നെ എരുമയെ കണ്ടോ, മെയിൻ കാഴ്ചയാണ് ഹരിയാനയുടെ. എരുമകൾ, പശുക്കൾ. അവരെ എപ്പോൾ വേണേലും നമുക്ക് റോഡിൽ ഒരെണ്ണത്തിനെയോ രണ്ടെണ്ണത്തിനെയോ ഒക്കെ കാണാം. അവരുടെ ധൈര്യം നമ്മൾ സമ്മതിക്കണം. നമ്മൾ ഇടിക്കുമെന്ന് അവർക്കൊരു പേടിയേ ഇല്ല. അവർ വളരെ ധൈര്യശാലികളാണ്. ഞാൻ മസ്റ്റേർഡ് കണ്ടു, അവിടെ യെല്ലോ ഫ്ലവർ കാണുന്നത് മസ്റ്റേർഡിൻ്റെ സീഡ്സാണ്, മസ്റ്റേർഡ് പ്ലാന്റ് ആണ്. മസ്റ്റേർഡ് ഫാമിങ് ഇവിടെ വളരെ കോമൺ ആണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് മസ്റ്റേർഡ് ഫാമിങ്. അതുപോലെ തന്നെ വീറ്റ്, സ്പിനാച്ച്, അങ്ങനെ കുറച്ച് അവർക്ക് ആവശ്യമായതും കുറച്ച് വെളിയിൽ കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഫാമിങ് നമുക്ക് ഇവിടെ അടുത്തടുത്ത് കാണാം. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഓട. കണ്ടോ ഫ്രണ്ട്സ്, കുറച്ചുകൂടെ വലിയ മൽബറി മരമാണിത്. കണ്ടോ, നിറച്ചും കായ. നിങ്ങൾക്ക് കാണാമോ? ഇത് നിറച്ചും കായ. ഇത് കണ്ടോ, ഇതെല്ലാം മൽബറി കായാണ്, ഇലയല്ല. ഇതെല്ലാം അതിൻ്റെ ഫ്രൂട്ടാണ്, മൽബറിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് സൂം ആവുന്നില്ല. അടുപ്പിച്ച് പിടിച്ചു അന്നേരം ഭയങ്കര ബ്ലേഡായിട്ടിരിക്കും. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇത് പഴുക്കുമ്പോൾ അപ്പം നമുക്ക് ഒന്ന് പറിക്കാമായിരിക്കും.
ഇതിന് ഓൾറെഡി ഇവിടെ കുറേ അവകാശികൾ കാണും, കാരണം ഒത്തിരി പിള്ളേരുണ്ട് ഇവിടെ. നമ്മൾ പറിച്ചിട്ട് ഇവിടെയാണ് കൂടുതൽ പീക്കോക്കിനെ കാണാൻ സാധ്യതയുള്ളത്. നമുക്ക് നോക്കാം. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നല്ല ഫെദറൊക്കെ ഉള്ള പീക്കോക്ക് മേളിലിങ്ങനെ, നമ്മൾ ചില വീടിൻ്റെ മേളിലൊക്കെ സ്റ്റാച്ചു കാണത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരെണ്ണത്തിനെ കാണാം. ഓക്കെ, ഇവിടെ കൂടുതലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കിട്ടും നമുക്ക്. ഇവിടെ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പോവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മാർക്കറ്റ്സൊക്കെ ഫോം ചെയ്യും. പറ്റുവാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇടാം. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഇവിടുത്തെ ഈ ഏരിയയിലുള്ള ലോക്കൽ പിള്ളേരെല്ലാം വരുന്ന ഒരു സ്കൂളാണ്. ഇവിടെ മിക്കവാറും വരുമ്പം അസംബ്ലിയൊക്കെ നടക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നമ്മളതിൻ്റെ ഗള്ളിയിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ സൈഡിൽ കാണുന്നതെല്ലാം വീടാണ്. ഇവരുടെ എല്ലാം ഒരു കോമൺ മിറ്റമാണിത്. നമ്മുടെ നാട്ടിലെ പോലെ മിറ്റമില്ല ഇവർക്ക്. ഇവരുടെ എല്ലാം ഒരു കോമൺ ഏരിയ അങ്ങനെ വേണേൽ പറയാം. ഇവിടെ ഉള്ളവരൊക്കെ ഒരുമാതിരി റിച്ച് ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ പൂറായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ അല്ല വന്നേ. ഇവിടെ അവർ തന്നെത്താൻ ബിസിനസ് ചെയ്യുന്നവരും ഓഫീസിലൊക്കെ പോകുന്നവരുമായിട്ടുള്ളവരാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഇതാണ് അവരുടെ മിറ്റം. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഞങ്ങൾ പാല് വാങ്ങിക്കാൻ വന്നതാണ്. ഇതാണ് ഇവിടുത്തെ പശുക്കൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മുന്നേ നമ്മളൊരു മൽബറി മരം കാണിച്ചത്? എൻ്റെ മൽബറി പൂത്ത് നിൽക്കുകയാണ്. മുഴുവൻ കായാണ്, ഇലയല്ല നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രീനറി എന്ന് പറയുന്നത് മുഴുവൻ കായാണ്. ഓ, ഇത് നല്ല മൽബറി ഫ്രൂട്ടാകുമ്പോൾ നല്ല രസമായിരിക്കും. അന്നേരം നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാം. അപ്പം ഞങ്ങൾ പാലൊക്കെ വാങ്ങിച്ചു. അവരിവിടുത്തെ ഒരു ഫേമസ് ആളാണ്. ഭയങ്കര റിച്ചാണ്. ഭയങ്കര നോർമൽ ലൈഫാണ് അവരുടെ. പശുവിനെ വളർത്തും. പിന്നെ അവർക്കൊരു കടയുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സ്മോൾ ബിസിനസ്സൊക്കെ നടത്തി. പക്ഷെ നല്ല രീതിയിൽ എന്നുവെച്ചാൽ അവർ ഭയങ്കര ബിസിനസ് ഓറിയൻറ്റഡാണ്. എന്നാൽ ഭയങ്കര അർബൻ ലൈഫും അല്ല, ഭയങ്കര കോമൺ ലൈഫാണ്. ഇവിടുത്തെ കടകൾ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഒരുമാതിരി വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടും. കണ്ട, ഇയാൾ കൊണ്ടുപോകുന്നുണ്ട്. ഇയാൾ ഒരു കടയ്ക്കുള്ള സാധനമാണ്. അതെ, ആ കടയിൽ നമ്മൾ വിചാരിക്കും ഇത് കിട്ടത്തില്ല എന്ന്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല സാധനങ്ങളും അതിനകത്ത് കാണും. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട എരുമകൾ. അവിടെ കുറേ മനുഷ്യർ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് എടുക്കാമോ ഇല്ലയോ എന്നറിയില്ല. ഇതാണ് നമ്മൾ മുന്നേ കണ്ട ക്രിക്കറ്റ് അക്കാദമിയുടെ വേറൊരു എൻട്രൻസ്. അതെനിക്കൊന്നും വില്ലേജിൽ നിന്നൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് ഇതിലെ ഒരു എൻട്രി കൊടുക്കുന്നതാണിത്. നല്ലൊരു അപ്പച്ചനൊരു കൊച്ചുമോനെയും കൊണ്ട് പോന്നു. രാത്രി പോവാണെങ്കിൽ നമ്മൾ പ്രേതമാണെന്ന് വിചാരിച്ചേ. വെള്ളയിട്ട് പൊതിഞ്ഞ് അപ്പച്ചൻ കൊച്ചുമോനെ കറക്കാൻ കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരേ കാഴ്ചകൾ തന്നെ. റിലേഷൻഷിപ്പ് എവിടെ വന്നാലും ഒരേപോലെ. ഇവിടെ എനിക്കൊന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. തേണ്ട അവിടെ ഒരു കുഞ്ഞി കിളി പറക്കാൻ നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വേറെ നല്ല പുതിയ കാഴ്ചകളുമായിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.